പക്ഷേ നമുക്ക് അത്ര നല്ല വാർത്തകളല്ല തരാനുള്ളത്. ആദ്യം അത് വയനാട്ടിൽ നിന്ന് വരുന്ന ആശങ്കയുടെ വാർത്തകളാണ്. വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം. ഇത് തുടർച്ചയായ 4ാം ദിവസമാണ് വയനാട്ടിൽ വളർത്തു മൃഗങ്ങളെ കടുവ ആക്രമിക്കുന്നത്. അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. വയനാട് പുൽപ്പള്ളിയിലാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഊട്ടിക്കവലയിലെ ബിജുവിന്റെ ആടിനെ കടുവ കൊന്നു. വീട്ടുകാർ ബഹളം വെച്ചതോടെ കടുവ ഓടിമറഞ്ഞു. വിവരങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ അത് 3 എന്നതായിരുന്നു. വലിയ ആശങ്കയിലായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. അതേ ആശങ്ക തുടരുകയാണ്. ഇന്നിപ്പോൾ വീണ്ടും കടുവയുടെ ആക്രമണം. അതും ഇന്നലെ ഏതാണ്ട് കടുവ ഇറങ്ങിയ അതേ സ്ഥലത്ത്. നാട്ടുകാർ എത്രത്തോളം ഭീതിയിലാണ്? തീർച്ചയായും ഇന്നലെ തന്നെ നമ്മൾ ഈ കണക്ക് പങ്കുവെക്കുമ്പോൾ 3ആയി മാറിയിരുന്നു. എന്നാൽ ഇന്നത് 4ആയി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഊട്ടിക്കവല പായ്ക്കണ്ടത്തിൽ ബിജുവിന്റെ ആടിനെയാണ് ഇന്നലെ രാത്രി കടുവ കൊന്നിരിക്കുന്നത്. വീട്ടുകാർ ഈ ബഹളം വെച്ചതോടെ കടുവ ഓടുകയും ചെയ്തു. സ്ഥലത്ത് വനംവകുപ്പ് വച്ചവർ നടത്തുകയുമാണ്. നമുക്കറിയാം 3 ഇടങ്ങളിലായാണ് ഇതിനകം കൂടുകൾ സ്ഥാപിച്ച് തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ ഇന്നലെ ഏതാണ്ട് കടുവ കൂടിനടുത്തേക്ക് എത്തിയെങ്കിലും ഈ കൂടിന് സമീപമുള്ള കേബിളിൽ തട്ടുകയും ആ കൂടടഞ്ഞു പോവുകയുമായിരുന്നു. ഇതേ തുടർന്ന് കടുവ രക്ഷപ്പെടുകയും ചെയ്തു. നാട്ടുകാർ തന്നെ പലപ്പോഴും പറഞ്ഞു, നേരത്തെയും ഈ കൂട്ടിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ള കടുവയാണെങ്കിൽ അത് വീണ്ടും ഈ കൂട്ടിൽ കുടുങ്ങാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് കടുവയെ പിടികൂടി കാട്ടിലേക്ക് അയക്കുന്നതിനുള്ള ഒരു നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നതാണ്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിയ പ്രയത്നങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. പകൽ മുഴുവൻ ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. ചീഫ് വെറ്ററിനറി സർജനായ അരുൺ ചക്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 3 സംഘമായി തിരിഞ്ഞ് പലയിടങ്ങളിലായി പകൽ മുഴുവൻ തെരച്ചിൽ നടന്നു. പക്ഷേ പകൽ കാലങ്ങളിൽ ഈ കടുവയ്ക്ക് സഞ്ചാരപഥം കുറവാണ് എന്നാണ് ഇന്നലെ തന്നെ DFO വ്യക്തമാക്കിയത്. രാത്രി കാലങ്ങളിലാണ് കൂടുതലായി ഈ കടുവ സഞ്ചരിക്കുന്നത്. ഒപ്പം ഏറ്റവും ശ്രദ്ധേയമായ കൗതുകരമായ കാര്യം, ഈ കടുവ ആടുകളെ മാത്രമാണ് പിടിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കടുവയുടെ ഒരു രീതി ശ്രദ്ധിച്ചിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ആടുകളെ മാത്രം പിടിക്കുന്ന ഒരു കടുവയാണ് എന്നതാണ്. കാരണം പ്രായമുണ്ട്, ഒപ്പം ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഈ കടുവയ്ക്കുണ്ട്. അതുകൊണ്ട് അധികം വേട്ടയാടി മൃഗങ്ങളെ കണ്ടെത്താനോ ഇരകളെ പിടിക്കാനോ കഴിയില്ല. അതുകൊണ്ടാണ് ഈ കൂടുകളിൽ കെട്ടിയിട്ടിരിക്കുന്ന ആടുകളെ കണ്ടെത്തുക, അവയെ വേട്ടയാടി പിടിക്കുക എന്നത് ഏറ്റവും അനായാസമായ ജോലിയെന്ന് ഈ കടുവയ്ക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ട് ആടുകളെ മാത്രം പിടിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. ഒപ്പം കേരളത്തിന്റെ ഡാറ്റാബേസ് ഉള്ള കടുവയല്ല, ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും എത്തിയ കർണാടക മേഖലയിലുള്ള കടുവയാണ് ഇതെന്നും പറയുന്നു. എന്തായാലും എങ്ങനെയും ഇനി കടുവയെ പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് മാറും. കാരണം ജനങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിഷേധത്തിലാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ആടുകളെ പിടിക്കുന്ന ഒരു രീതി കാണുന്നു. എന്തായാലും ഭാഗ്യവശാൽ മനുഷ്യരിലേക്ക് ഈ കടുവയുടെ നോട്ടം എത്തുന്നില്ല, അല്ലെങ്കിൽ ആടുകളെ മാത്രം പിടിക്കുന്ന ഒരു രീതി കാണുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസം അങ്ങനെയുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇന്ന് ഒരു പ്രതിഷേധത്തിലേക്ക് മറ്റുമൊക്കെ നീങ്ങുന്നതിനുള്ള ഒരു സാഹചര്യമാണ് മുന്നിൽ ഉള്ളത്. ശ്രീജ, അനീഷ്, ഇന്നലെയൊക്കെ വനപാലകരോട് അവർ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടായിരുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്തൊക്കെ ചെയ്തിട്ടും ഈ കടുവയെ പിടികൂടാനാവുന്നില്ല. അവരുടെ ഉപജീവന മാർഗങ്ങളെയാണ് ഇപ്പോൾ കടുവ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ അവരുടെ ജീവന് നേർക്ക് തന്നെ തിരിഞ്ഞേക്കാം. അപ്പൊ ഈ രീതിയിൽ ഇവരുടെ ഭാഗത്തുനിന്നൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. നമ്മൾ മുൻപ് പലപ്പോഴും വയനാട്ടിലൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ അത്. തീർച്ചയായും അതിനാണ് സാധ്യത. കാരണം ഇന്നലെ സ്ഥലത്ത് സ്കൂളുകൾക്ക് അവധിയായിരുന്നു. ഇന്നിപ്പോൾ ഈ പൊങ്കൽ പ്രമാണിച്ച് അവധിയുള്ള ഒരു ദിവസമാണ്. അതല്ലെങ്കിൽ സ്കൂളുകൾ അനിശ്ചിതമായി അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നാൽ കുട്ടികളുടെ കാര്യം പ്രതിസന്ധിയിലാവും. ഒപ്പം ഈ കാപ്പി വിളവെടുപ്പിന്റെ കാലമാണ്, കുരുമുളക് വിളവെടുപ്പിന്റെ കാലമാണ്. ഈ വിളവെടുപ്പ് കാലത്ത് തന്നെ ഈ വന്യമൃഗം ഇറങ്ങുമ്പോൾ രാവിലെ തോട്ടങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരു അവസരം സംജാതമാകും. അതുകൊണ്ട് ഈ ജനങ്ങളുടെ ജീവനോപാധിയെ വളരെ ദോഷകരമായാണ് ഈ കടുവ ശല്യം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്നലെ തന്നെ നമ്മളോട് സംസാരിച്ചപ്പോൾ നാട്ടുകാർ പറയുന്നത് ഈ കടുവയുടെ അനാരോഗ്യം മാത്രം പരിഗണിച്ചാൽ പോരാ, ജനങ്ങൾക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾ കൂടി പരിഗണിക്കണം. അതുകൊണ്ട് ഈ കൂട്ടിലേക്ക് കടുവ കയറട്ടെ എന്ന നിലപാടിനപ്പുറം കടുവയെ വെടിവെച്ച് പിടികൂടി കാട്ടിലേക്ക് അയക്കുക എന്നൊരു നിലപാടിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തണമെന്ന ഒരു രീതിയിലേക്ക് ആളുകൾ സംസാരിച്ചു തുടങ്ങിയിരുന്നു. കാരണം വനംവകുപ്പ് ഇപ്പോഴും ആദ്യ പരിഗണന നൽകുന്നത് ഈ അനാരോഗ്യമുള്ള പ്രായമുള്ള കടുവ ആയതുകൊണ്ട് തന്നെ പിടികൂടി കാട്ടിലേക്ക് അയക്കുന്നതിനേക്കാൾ നല്ലത് ഈ കൂട്ടിൽ കുടുങ്ങിയാൽ അതിനെ കാട്ടിലേക്ക് മാറ്റുന്നതാണ് കുറച്ചുകൂടെ കൃത്യമായ മാർഗം. കാരണം ഇപ്പോൾ ആടുകളെ മാത്രമാണോ ഉപദ്രവിക്കുന്നത്. അതുകൊണ്ട് അത്തരം ഒരു രീതിയാണ് ഈ കടുവയ്ക്കുള്ളത്. ആ ഒരു രീതിയിലുള്ള
ഒരു കാത്തിരിപ്പാണ് അവർക്കുള്ളത്. പക്ഷേ ഇന്നൊക്കെ പ്രതിഷേധങ്ങളിലേക്ക് ജനങ്ങൾ നീങ്ങിയാൽ വെടിവെച്ച് പിടികൂടി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും പകൽ സമയങ്ങളിൽ പൂർണ്ണ നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ആ പകൽ കടുവയുടെ ഒരു തരത്തിലുമുള്ള ഒരു മൂവ്മെന്റ് ഇല്ല എന്നാണ് ഇന്നലെയും ഫോറസ്റ്റ് അധികൃതർ വ്യക്തമാക്കിയത്. രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഈ കടുവ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ, ആദ്യ ദിവസത്തിൽ ഈ കടുവ കണ്ടതിന്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നേരത്തെ ഈ കാട്ടിലേക്ക് കടുവ പോയിരിക്കാമെന്ന ചില സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്നലെ രാത്രിയും ആടിനെ പിടിച്ചതോടുകൂടി കടുവയുടെ സാന്നിധ്യം ഈ മേഖലകളിൽ തന്നെ ഉണ്ടെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്ന്. വയനാട് ഊട്ടിക്കവലയിലാണ് ഇന്നലെ വീണ്ടും കടുവ ഇറങ്ങി ആടിനെ കൊന്നത്. ഇത് തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ആടിനെ ഈ കടുവ ആക്രമിക്കുന്നത്. അതിൽ നിന്ന് വനംവകുപ്പ് ചില നിഗമനങ്ങളിലേക്കൊക്കെ എത്തുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ആശങ്ക അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്.